നമസ്കാരം. വീണ്ടും നമ്മളുടെ ഭാരതത്തിൽ, നമ്മളുടെ കേരളത്തിൽ മുസ്ലിം എന്ന അഭിധയുടെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ ഇസ്ലാമിക് ജിംനേഷ്യം ആരംഭിച്ചിരിക്കുകയാണ്. ആയിക്കോട്ടെ എന്ന് വയ്ക്കാം, എനിക്ക് വയ്ക്കാം. കാരണം അതിൻ്റെ പേരിൽ വ്യക്തി എന്നുള്ളത് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഈ സമൂഹം, മുസ്ലിം സമൂഹം, അവരറിയാതെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. ഇവിടെ വലുതായിട്ട് താടി വളർത്തിയ ഒരു താലിബാൻ മോഡലിലുള്ള ഒരു സുഹൃത്താണ് പാലക്കാട് ഈ ജിം ആരംഭിക്കുന്നത് അത്രേ. ഇനി അവിടെ നിന്ന് വേറെ വാർത്തകൾ വരും, തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ, തീവ്രവാദ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ. നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ടൊക്കെ ബ്രാഹ്മണർ, കൃത്യമായിട്ട് പറയുമ്പോൾ ബ്രാഹ്മണാർകൾ നടത്തുന്ന ടീ ഷാപ്പ്, ചായക്കട, പിന്നെ അത് ഹോട്ടലായി, ഇപ്പം റെസ്റ്റോറൻ്റായി. പക്ഷേ അതെങ്കിൽ പണ്ടത്തെ കാലത്ത്. ഇപ്പം അതില്ല. തൃശ്ശൂരുണ്ടായിരുന്നു രാധാകൃഷ്ണ ഹോട്ടല്, അതുപോലെ പത്തൻസ്, ഇതെല്ലാം ബ്രാഹ്മണാർകൾ നടത്തും ഹോട്ടലുകളായിരുന്നു. ഇന്നിപ്പം അങ്ങനെയൊന്നുമില്ല. ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലൊന്നും അത്തരം കാര്യങ്ങൾ ആരും ചെയ്യുന്നില്ല. പേരിൽ പോലും അത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാനാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരിൽ അബൂബക്കർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹമാണ് എലൈറ്റ് ഇൻ്റർനാഷണൽ ഹോട്ടൽ വാങ്ങിച്ച് ബിസിനസ് ആരംഭിച്ചത്. അദ്ദേഹം അവിടെ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടി ആ ഹോട്ടലിൻ്റെ മുമ്പിൽ ഏകദേശം 6 അടി ഉയരമുള്ളൊരു നിലവിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. സ്വർണം പൂശിയതെന്ന് പറയുന്നത്. സ്വർണത്തിൻ്റെ കളറാണ്. അതിലെപ്പോഴും നെയ്യൊഴിച്ച് അവർ ദീപം കത്തിക്കാറുണ്ട്. ഉണ്ണികൃഷ്ണൻ്റെയും കുട്ടിക്കൃഷ്ണൻ്റെയും ഫോട്ടോസും പ്രതിമകളും അവിടെ വെച്ചിരുന്നു. അതിൻ്റെ മുൻപിൽ കളഭവും കുങ്കുമവും ഭസ്മവും ഒരു തൊട്ടിയിൽ വെച്ചിരുന്നു. എല്ലായിടത്തും മാല ചാർത്തിയിരുന്നു ദിവസവും, പൂമാല. ഇതൊരു മുസ്ലിം ഹോട്ടലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ കയറാതിരിക്കുമോ എന്നൊരു സംശയത്തിൻ്റെ പേരിൽ അത് ചെയ്തത്. അത് വേറൊരു വെർഷൻ. അതും ഒരു ശരിയല്ലായ്മയാണ് വാസ്തവത്തിൽ. ഒരു മുസ്ലിം ഗുരുവായൂരിൽ ഹോട്ടൽ ആരംഭിച്ചാൽ ആളുകൾ കയറും. ഹോട്ടൽ നല്ലതാണെങ്കിൽ ആൾക്കാർ കയറും. നിങ്ങൾ ബിസ്മില്ല ഹോട്ടൽ എന്ന് പേരിട്ടാലോ ആൾക്കാരവിടെ കയറും. ഇവിടെ പണ്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം ഓർമ്മ വന്നപ്പോൾ പറയുകയാണ്. ഞാൻ ഒരിക്കലൊരു കടയിൽ കയറിയപ്പോൾ അവിടെ കണ്ടത് നമ്പൂതിരിമാരാൽ തയ്യാറാക്കപ്പെടുന്ന കടുമാങ്ങ അച്ചാർ എന്ന്. മറ്റുള്ള അച്ചാറുകളുണ്ട്, നാരങ്ങ അച്ചാറൊക്കെ ഉണ്ട്. അപ്പം ഞാനവിടെ പോയിട്ട് ഇത് കണ്ട ഉടനെ തന്നെ അവരുടെ ക്യാഷിൽ വന്ന് ഞാൻ ചോദിച്ചു, ഇവിടെ SNDPക്കാർ തയ്യാറാക്കുന്ന അച്ചാറുണ്ടോ? ഇല്ലല്ലോ. പുലയന്മാർ തയ്യാറാക്കുന്ന അച്ചാറുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാക്കുന്ന അച്ചാറുണ്ടോ? ഇല്ല. എന്താ സ്വാമി അങ്ങനെ ചോദിക്കുന്നത്? അല്ല, നമ്പൂതിരിമാരാൽ തയ്യാറാക്കപ്പെടുന്ന അച്ചാറുണ്ടെന്ന് കണ്ടു, അതാ ചോദിച്ചത്. നായർ തയ്യാറാക്കുന്ന അച്ചാറുണ്ടോ? ഞാനൊരു നായരാണ്.
അപ്പം നായർ തയ്യാറാക്കുന്ന അച്ചാർ വാങ്ങിക്കാൻ എനിക്കൊരു താല്പര്യം ഉണ്ടാവില്ല. ഉണ്ടോ? അയാൾ അപ്പം തന്നെ അവിടെ ഒരു പയ്യനെ വിളിച്ച് പറഞ്ഞു, ഡാ ആ അച്ചാർ മുഴുവൻ എടുത്ത് മാറ്റി വയ്ക്കുക, അവർ വരുമ്പോൾ തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. അയാൾ ആ ബുദ്ധി കാണിച്ചു. ഇവിടെ നമ്മൾ വർഗത്തിൻ്റെയും മതത്തിൻ്റെയും ജാതിയുടെയും ഗോത്രത്തിൻ്റെ പേരിലേക്ക് ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ആരാണ് അവസാന നിമിഷത്തിൽ പരാജയപ്പെടുക? സ്വാമി സത്യാനന്ദ സരസ്വതി അവർകൾ ചെങ്കോട്ടുകോണം സ്വാമിയാരെന്ന് അറിയപ്പെടുക. അദ്ദേഹം ഒരിക്കൽ നിരക്കപ്പരക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. എടാ ഹിന്ദുക്കളെ, അദ്ദേഹം അങ്ങനെ പ്രായം ചെന്ന ഒരാളാണ്, ഒരു പ്രൊഫസറായിരുന്നു, ശേഖരപിള്ള. അപ്പം അദ്ദേഹം പറയാറുണ്ട്, എടാ ഹിന്ദുക്കളെ, നിങ്ങൾ നിങ്ങളുടെ കടയിൽ നിന്ന് മാത്രം സാധനങ്ങൾ വാങ്ങിക്കുക എന്ന്. ആ ഒരു ലയത്തിലേക്കല്ലേ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ജിംനേഷ്യത്തിൽ പോലും അങ്ങനെയായി മാറിയിരിക്കുകയാണ്. ഇസ്ലാമിക് ജിംനേഷ്യം എന്താണ് അതിൻ്റെ പരിണിതഫലം? ഹൈന്ദവ ജിംനേഷ്യം, ക്രൈസ്തവ ജിംനേഷ്യം അവിടെ നിൽക്കുന്നില്ല. മാർത്തോമ ജിംനേഷ്യം, സമസ്ത EK വിഭാഗം ജിംനേഷ്യം, സമസ്ത AP വിഭാഗം ജിംനേഷ്യം, പാണക്കാട് വിഭാഗം ജിംനേഷ്യം, നായർ ജിംനേഷ്യം, ഈഴവ ജിംനേഷ്യം, പറയ വേട്ടുവ, വിശ്വകർമ്മ ജിംനേഷ്യം, ഇതൊക്കെ ആരംഭിക്കില്ലേ? ഇനി അങ്ങനെ ആരംഭിച്ചാൽ ആർക്കാ അപകടം? മനസ്സിലാക്കണം. ഇവിടെ 56% ഹിന്ദുക്കളാണ്. അവരങ്ങോട്ട് തീരുമാനിക്കുകയാണ്, നമുക്കിനി ഹിന്ദുയിസം മതി. ഇപ്പം ഏകദേശം കാര്യങ്ങൾ അവിടേക്കാണ് പോകുന്നത്. ഇസ്ലാമിക് ജിംനേഷ്യം ആരംഭിച്ചു കഴിഞ്ഞ് ഈ അവസരത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല, അത്തരമൊരു ജിംനേഷ്യത്തിൽ ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ കടന്ന് ചെല്ലില്ല. അപ്പോൾ അവർക്കൊരു ജിംനേഷ്യം വേണ്ടേ? വേണം. അതാണ് ക്രൈസ്തവ ജിംനേഷ്യം. ഹിന്ദുക്കൾക്ക് ജിംനേഷ്യം വേണ്ടേ? അതാണ് ഹൈന്ദവ ജിംനേഷ്യം. നോക്കുക, ഇത് മുസ്ലിങ്ങളുടെ ജിംനേഷ്യം അല്ല കേട്ടോ, അതാണ് ഹൈന്ദവ ജിംനേഷ്യം. ഇത് മുസ്ലിങ്ങളുടെ ജിംനേഷ്യം അല്ല കേട്ടോ, അതുകൊണ്ടാണ് ക്രൈസ്തവ ജിംനേഷ്യം. ഇതൊക്കെ വരാൻ പോകുന്നു. ഈ അടുത്ത കാലത്ത് നമുക്കൊരു കാര്യം അറിയാം, വിഷു ആശംസകൾ. അതിന് കൃഷ്ണൻ്റെ മുമ്പിൽ മന്തി, കോഴിയിറച്ചി വിളമ്പി ആ ഒരു കടയെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ച കാര്യം. ഏതോ മണ്ടൻ തൻ്റെ മണ്ടൻ ബുദ്ധിയിൽ നിന്ന് ഉദിച്ച ബുദ്ധി വേറൊരു മണ്ടച്ചാർക്ക് പറഞ്ഞു കൊടുത്താണ് കാര്യം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞങ്ങളെന്താ ഇസ്ലാമിക് ജിംനേഷ്യം ആരംഭിച്ചാൽ നിങ്ങൾക്കെന്താ ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം പറഞ്ഞു വന്നത്. ജിംനേഷ്യത്തിനകത്ത് പോകുമ്പോൾ ആകെ മൂടി, ചാക്കിട്ട് മൂടി നിങ്ങൾക്കവിടെ ചെല്ലാം. സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് നമസ്കരിക്കാനുള്ള ഇടം വേറെയുണ്ട്. ഇത്തരം സംവിധാനങ്ങളുള്ള ഒരു ജിംനേഷ്യത്തിൽ എങ്ങനെയാണ് ഒരു ഹിന്ദുവിന് പോകാൻ കഴിയുക? എങ്ങനെയാണ് ക്രൈസ്തവന് പോകാൻ കഴിയുക? ആയതുകൊണ്ട് തന്നെ ഈ ജിം അന്വേഷിച്ച് പോകുമ്പോൾ അവിടെ നോക്കും, അല്ലെങ്കിൽ അവിടെ ചെന്ന് ചോദിക്കും, ഇത് ഏത് മതത്തിൻ്റെ ജിമ്മാണ് സാറേ? അയാൾ പറയും, ആ വടക്ക് ഭാഗത്ത് കാണുന്നത് ഹൈന്ദവ ജിമ്മാണ് കേട്ടോ, നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ അങ്ങോട്ട് പോയിക്കോളൂ. തെക്ക് ഭാഗത്ത് കാണുന്നത് മുസ്ലിം ജിമ്മാണ്, ആവശ്യമുള്ളവർ അങ്ങോട്ട് പോയിക്കോളൂ. അപ്പുറത്ത് അങ്ങകലെ കാണുന്നത് മനുഷ്യന്മാരുടെ ജിമ്മാണ്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന അവിടെയും പോയിക്കോളൂ. ഇതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമൊക്കെ തന്നെ. ആ സ്വാതന്ത്ര്യം അപകടത്തിലേക്കാണ് ചെന്ന് ചാടുന്നതെന്ന് ഞാൻ പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. മതേതരത്വം വലിയ രീതിയിൽ പറയും, പക്ഷേ വലിയ രൂപത്തിൽ മതേതരത്വം അതിങ്ങനെ പറയും, അത്രമാത്രം. പ്രവൃത്തി നേരെ മറിച്ച്, അതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇതിനെതിരെ പ്രതികരിക്കേണ്ടത്. ജിം ആരംഭിക്കാം, മുസ്ലിം ജിം ആരംഭിക്കരുത്,
ഹിന്ദു ജിം ആരംഭിക്കരുത്, ക്രിസ്ത്യൻ ജിം ആരംഭിക്കരുത്. കാരണം അവിടെ നിന്ന് മുളച്ചു പൊന്തുന്നത് എന്തായിരിക്കും? വിഭാഗീയത. അതാണ് സംഭവിക്കുക. ഇവിടെ നിയമങ്ങൾ അനവധിയാണ്. ക്രിസ്ത്യൻ സമൂഹത്തിൽ ഈ നിയമങ്ങൾ അതേപോലെ അനുസരിക്കുന്ന പ്രവണത ഇപ്പോഴില്ല. പള്ളി വേറെ, പട്ടക്കാർ വേറെ, അൽമായന്മാർ വേറെ. കാണുമ്പോൾ ചിരിക്കാം, കൈ കൊടുക്കാം, തോളത്ത് കൈയിടാം, സ്നേഹ ബഹുമാനങ്ങൾ പ്രദർശിപ്പിക്കാം. പക്ഷേ പള്ളിയിലച്ഛൻ ഉത്തരവ് കൊടുക്കുന്നവനും അൽമായന്മാർ ഉത്തരവിനെ ഏറ്റുവാങ്ങുന്നവനും അങ്ങനൊരു സിസ്റ്റം അവിടെയില്ല. ഹിന്ദുക്കളിൽ അത് പണ്ടേ ഇല്ലാതായി മാറി. നിങ്ങൾക്കൊക്കെ അറിയാം, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഈ 1978 വരെ രൂപ കൻവർ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഉന്തിത്തള്ളി പച്ചമുളക് കൊണ്ട് കുത്തി തീര് കൊണ്ടിട്ടതാണ് ഭർത്താവ് മരിച്ചതിൻ്റെ പേരിൽ. സതി. ഇന്ന് ഭർത്താവ് മരിച്ചാൽ എടി വാ സതി അനുഷ്ഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ തല്ലും, പിന്നെ അവനെ സതിയാക്കി മാറ്റും. പക്ഷെ ഇപ്പോഴും മുസ്ലിങ്ങളിൽ ഈ ഒരു പ്രവണത, അതൊരു പുതിയ മതമല്ലേ, ഒരു കൊച്ചു മതം. അവർ പറയും ഈ ലോകം ആരംഭിച്ചപ്പോൾ ഉണ്ടായ മതമാണ്, അതൊക്കെയും പറയും. അതൊക്കെയും ഒരു ആദം നബി ആരംഭിച്ചാണെന്നൊക്കെയും പറയും. അതിനൊന്നും വലിയ ചരിത്രങ്ങളൊന്നുമില്ല. മുഹമ്മദ് നബിക്ക് ചരിത്രമുണ്ട്. അദ്ദേഹമാണ് അങ്ങനൊരു മദീന പാക്റ്റ് ഉണ്ടാക്കിയതും ഇന്നത്തെ രൂപത്തിലുള്ള മുസ്ലിങ്ങളെ സംജാതമാക്കിയതും. പിന്നീട് അതിന് ഒരുപാട് കൂട്ടിച്ചേർക്കലും ഇളക്കി പ്രതിഷ്ഠകളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. അതൊക്കെയും അങ്ങനെ ഇല്ലെന്ന് പറയുക, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് വേറെ കാര്യം. എന്തായാലും ഇവിടെ മുസ്ലിം പുരുഷന്മാർക്ക് സ്ത്രീകൾക്കൊക്കെ ഒരുപാട് നിബന്ധനകൾ. സുതാര്യമാകരുത്, തൊലിയുടെ നിറം കാണുന്ന തരത്തിൽ വസ്ത്രമിടാൻ പാടില്ല, ഇറുകിയതാകാൻ പാടില്ല, ഔറത്ത് ഒന്നാമത് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇന്ത്യയിൽ കഴിയുമ്പോൾ, കേരളത്തിൽ കഴിയുമ്പോൾ പല കാര്യങ്ങളും മലയാളത്തിൽ പറയാൻ നോക്കുക. അസ്സലാമു അലൈക്കും എന്നുള്ളത് ഒരാളെ കാണുമ്പോൾ എന്താ സുഖമല്ലേ ചേട്ടാ, ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, എല്ലാം തേവരുടെ കൃപ എന്ന് പറയുന്ന നേരം അസ്സലാമു അലൈക്കും. അപ്പോൾ ചില ആൾക്കാരെന്താ പറയുക, അസ്സലാമുലൈക്കും എന്ന് പറയും, അസ്സലാം അലൈക്കും എന്ന് പറയും. എന്തിനാ ഇവരുടെ കണ്ണി കണ്ട ഭാഷകളോട് കൊണ്ടുവരുന്നത്? അവരെ പേരിടുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാരായണൻകുട്ടിയെന്നോ ബാലനെന്നോ മാധവൻ എന്നൊക്കെ പേരിട്ടാൽ മതി. ഓക്കെ. ഔറത്ത് എന്താണ്? ഈ ഔറത്ത് ആർക്കറിയാം? നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല. നിങ്ങൾക്കോ? എനിക്കും അറിയില്ല. അപ്പോൾ പിന്നെ ഔറത്ത് എന്താ? എന്തോ ഒരു ആനമുട്ട. ഔറത്ത് ഔറത്ത് ഭാഗം എന്ന് പറഞ്ഞാൽ വല്ല ഗുഹ്യ ഭാഗമാണോ? അറിയില്ല. ശരീരത്തിൻ്റെ ആകൃതി വലുപ്പം വ്യക്തമായി വരച്ചു കാട്ടുന്ന രീതിയിൽ വളരെ ഇറുകിയ വസ്ത്രം ധരിക്കരുത്. പൊക്കിൾ മുതൽ മുട്ടുവരെയുള്ള ഭാഗം മറയ്ക്കുക. ഇങ്ങനെ വസ്ത്രധാരണ രീതിയിൽ, ആഹാര രീതിയിൽ എല്ലായിടത്തും ഒരു മതത്തിൻ്റെ ചുവ അത് വെച്ച് തേക്കുക വളരെ അപകടകരമാണത്. ഇതിനകത്ത് കാണുന്ന പയ്യൻ, ഇന്ന് നിങ്ങൾ സൗദി അറേബ്യയിൽ പോയാൽ, ദുബായിൽ ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത മാസം വീണ്ടും ഞാൻ പോകുന്നുണ്ട്, ദുബായിൽ പോകുന്നുണ്ട്. അവിടെയൊന്നും ഇങ്ങനെ കാണുന്നില്ല. അവിടെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ജീൻസ് പാൻറ്റ് മറ്റേ ബർമുടയ്ക്കും ധരിച്ച് നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്തിനേറെ പ്രശസ്തനായിട്ടുള്ള MBS മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം ഒരു അമേരിക്കക്കാരൻ്റെ പോലെ കിടന്ന് നടക്കുന്നത്. നമ്മുടെ ദുബായ് ഷെയ്ഖിൻ്റെ മക്തൂമിൻ്റെ മക്കൾ, അവരൊക്കെ അമേരിക്കൻ ഇറ്റലി സ്റ്റൈലിലാണ് നടക്കുന്നത്. ഇവിടെ പുറകോട്ട് പിടിച്ചു വലിക്കുകയാണ്, സ്വയം പുറകോട്ട് പിടിച്ചു വലിക്കുകയാണ് ചെയ്യുന്നത്. ഈ പയ്യനെ കണ്ടു കഴിഞ്ഞാൽ അവരൊരു താലിബാനാണെന്നേ തോന്നുള്ളൂ. ആ താലിബാനിസം അതിൽ ഹരം പൂണ്ടുകൊണ്ട് അതിനെ അതേ രൂപത്തിൽ, എല്ലാ അർത്ഥത്തിലും അതേ രൂപത്തിൽ ഇങ്ങോട്ട് ആവാഹിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിന്
ശുദ്ധ പോക്രിത്തരം എന്നല്ലാതെ വേറൊന്നും ഇതിന് പറയാൻ പറ്റില്ല. ഇതൊക്കെ പ്രധാനമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കുറച്ചുകൂടെ മെച്യൂർഡായിട്ടുള്ള ചില മതങ്ങളുണ്ട്. അതിലൊന്നാണ് ഹിന്ദുമതം. അവർ അനാവശ്യമായിട്ട് കയറും ചമ്മട്ടിയും കൊണ്ട് നടക്കുന്നില്ല. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്, ഡു ആൻഡ് ഡോൺട്ട്സ് അതില്ല. എന്നിട്ടും ആ മതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇഷ്ടമുള്ളവരെ ആരാധിക്കാം. പോത്തിനെ ആരാധിക്കണോ? ആരാധിച്ചോ. അമ്പലത്തിൽ പോകണോ? പോയിക്കോ. വേണ്ടേ? വേണ്ട. ആ മതത്തിന് വല്ല കുഴപ്പമുണ്ടോ? ബഹുദൈവതാവാദം പുലർത്തിയ ആ മതത്തെ അന്തസ്സില്ലാത്ത മതമാണ്, പാമ്പിനെയും ചേമ്പിനെയും പൂജിക്കുന്ന മതമാണെന്ന് പറഞ്ഞ് അതിനെ മാറ്റിയെടുത്ത് അവരേക്ക് നല്ലവരാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന മറ്റു മതങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അവരൊക്കെ വാസ്തവത്തിൽ മുസ്ലിം സമുദായം ഇപ്പോൾ ഏകദൈവത ആരാധനയിലാണോ പങ്കുകൊള്ളുന്നത്? നിങ്ങൾ തന്നെ ചിന്തിക്കുക. പ്രേതാരാധന അത് ഹിന്ദുക്കൾ വിലക്കിയിട്ടുള്ളതാണ്. പ്രേതമായി കഴിഞ്ഞാൽ, ശവമായി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തള്ളാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ പിന്നെ ആരാധനകളും മറ്റേ പൂജാകർമ്മങ്ങളൊന്നുമില്ല. ഇതെല്ലായിടത്തെയും സ്ഥിതി അതാണ്. എന്നിട്ട് പോലും പ്രേതാരാധന, ഞാൻ ഈ അടുത്ത കാലത്ത് ഗുജറാത്തിൽ പോയപ്പോൾ അവിടെ റോഡിൻ്റെ സൈഡിൽ മുഴുവൻ ഈ അടക്കം ചെയ്തിട്ടുള്ള മക്ബറ, എന്തായാലും പറയാൻ എനിക്കറിയില്ല, അതവിടെ കാണാം. എന്നിട്ട് പച്ച പരവതാനി വിരിച്ച് അതിൻ്റെ മേലെ പൂക്കളൊക്കെ ഇട്ടിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ആ അറ്റം മുതലേ തുടങ്ങിയിട്ടുണ്ട്. അതിനെ ഉല്ലംഘിച്ചുകൊണ്ടുള്ള പോക്ക്. എന്നാലും പലരും ഇപ്പോഴും അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല. കുട്ടികളൊക്കെ അവരുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഒരു കുട്ടി MLA ആയിട്ടുണ്ട്. ആ കുട്ടി നിലവിളക്ക് കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിനെ വലിച്ചെറിഞ്ഞു, ദൈവത്തെ പകരം കൊണ്ട് പ്രതിഷ്ഠിച്ചു, തൊപ്പി വലിച്ചെറിഞ്ഞു, ക്രോപ്പ് ചെയ്ത മുടിയായിട്ട് നടക്കുന്നു. മീശ പലർക്കും ഇല്ല, മീശ ഇല്ലാത്ത താടി ഇല്ലാത്ത മീശ, ഇവിടെ മറ്റേ കളറടിച്ച് ചേർക്കൽ. ഇന്നലെ ഒരാൾ എന്നോട് ഒരു മെസ്സേജിൽ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ റൂമിൽ ഒരാൾ ഈ മറ്റേ അതിൻ്റെ മുണ്ടിനകത്ത് മണലിട്ടിട്ട്, മറ്റേ ചൂടുള്ള മണലിടും. എന്നിട്ട് മണലിട്ടിട്ട് ഇങ്ങനെ ഒരു ഉണ്ടയാക്കി മാറ്റും. എന്നിട്ട് അത് ഇവിടെ ഇങ്ങനെ വെച്ച് കറുത്ത കളറുണ്ടാക്കുക. അതുകൊണ്ടാണ് ഇസ്ലാമാവൂ, മനസ്സല്ലേ മാറേണ്ടത്. ഏതായാലും ഇപ്പോൾ ഈ കാണിച്ച കാര്യം അതിൽ യാതൊരു സംശയവുമില്ല, ഇത് ശുദ്ധ പോക്രിത്തരം തന്നെയാണ്. ഈ പോക്രിത്തരത്തിൻ്റെ ദാരുണമായിട്ടുള്ള ഫലം അനുഭവിക്കാൻ പോകുന്നതും ഈ ഭാരതത്തിലെ മുസ്ലിങ്ങൾ തന്നെയാണ്. കാരണം ഇതേ രൂപത്തിൽ ഹോട്ടലുകളെ ഇസ്ലാമികമാക്കുക, പാർപ്പിടങ്ങളെ ഇസ്ലാമികമാക്കുക, ഹോട്ടലുകളെ ഇസ്ലാമികമാക്കുക, ജിംനേഷ്യങ്ങളെ ഇസ്ലാമികമാക്കുക, ഇനി ബാർബർ ഷാപ്പ് ഇസ്ലാമികമാക്കും. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഹൈന്ദവ സമുദായവും എല്ലാം ഹൈന്ദവവൽക്കരിക്കും. അതിനുള്ള എല്ലാ വഴിയും മാർഗങ്ങളും ഭംഗിയായിട്ട് ഇവിടെ ഒരുങ്ങിക്കെടുക്കുന്നുമുണ്ട്. RSSൻ്റെയും സംഘപരിവാരത്തിൻ്റെയും BJPയുടെയും നേതൃത്വത്തിൽ അവർ ഇതേപോലെയുള്ള പോക്രിത്തരം തുടങ്ങിക്കഴിഞ്ഞാൽ, സ്വാമി സത്യാനന്ദ സരസ്വതി ചേങ്കോട്ട് കുണത്തെ സത്യാനന്ദ സരസ്വതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് ഹിന്ദുക്കളോടാണ് ചോദിച്ചത്. അതേ ചോദ്യം ഞാൻ ഇവിടുത്തെ മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ വലിയ സമ്മർദ്ദത്തിലകപ്പെടും, നിങ്ങൾ എങ്ങോട്ട് പോകുമെടേ? പാകിസ്ഥാനിലേക്ക് പോകൂ. പാകിസ്ഥാനിലേക്ക് പോകാൻ കഴിയുമോ? ഞങ്ങളുടെ സ്വന്തം നാടാണ് സൗദി അറേബ്യ. വിസ ഇല്ലാണ്ട് പോകാൻ പറ്റുമോ? വിസ കഴിഞ്ഞാൽ ഒരു ദിവസം കൂടി അവിടെ നിൽക്കാൻ പറ്റുമോ? അത് അന്യനാടാണടേ, അത് മനസ്സിലാക്ക്. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപിഗരീയസി. ജനനിയും ജന്മഭൂമിയും, ഇവിടെ വസിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇതാണ് ജന്മഭൂമി. അവർ സ്വയം വിലയിരുത്തണം, ഇതാണെൻ്റെ ജന്മഭൂമി, ഇതാണെൻ്റെ ജന്മഭൂമി. ആരൊരാൾ പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് മുസ്ലിങ്ങളാണെന്ന്. ഇതൊക്കെ കമൻറ്റുകളാണ് കേട്ടോ.
അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഡൽഹിയിലൊരു സ്തൂപത്തുമ്മേ എത്രയോ 65 പേരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ഈ 65 പേര് കൂടിയിട്ടാണോ സ്വാതന്ത്ര്യം നേടിത്തന്നത്? ആവശ്യമില്ലാത്ത തോന്നിയാസ വർത്താനങ്ങൾ പറയുക, എന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തല വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവർ. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അവർ തല വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആർക്ക്? നമുക്കെല്ലാവർക്കും അറിയാം. RSSകാർക്കും അവരുടെ സംഘപരിവാരങ്ങളുടെ മുമ്പിലും തല വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് പിൻവാങ്ങിയാൽ അവർക്ക് നല്ലത്, മുസ്ലിങ്ങൾക്ക് നല്ലത്. ആയതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ നിങ്ങൾ ജിംനേഷ്യം ആരംഭിച്ചോ, അതിനെ ഇസ്ലാമിക ജിംനേഷ്യം ആക്കി മാറ്റാതിരിക്കാൻ ശ്രമിക്കുക. നമസ്കാരം.